എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ദറ്റ് ഈസ് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ആൻഡ് ഓവർവ്യൂ. നമ്മൾ ഈ സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കിൽ വെച്ചാണ്. സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഷെയർ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ടേം എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് മെയ്ഡ് വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് ഏണിംഗ് സം പോസിറ്റീവ് റേറ്റ് ഓഫ് റിട്ടേൺ. ഒരു പോസിറ്റീവ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നടത്തുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ബാങ്കിലേക്ക് ഇടുന്നതാവാം, ഇല്ലെങ്കിൽ അത് വേറെ റെക്കറിങ് ഡെപ്പോസിറ്റുകളായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസറ്റുകളിലോ ലാൻഡിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻകം അപ്രിസിയേഷൻ ഉണ്ടാകുന്ന എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാകാം. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വെനെവർ വി ഗോ ഫോർ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് വി ഹാവ് ടു കൺസിഡർ the important characteristics of that particular investment in which we are going to invest our money. That is, normally what are the factors that will be considered by an investor is characteristics. It includes mainly the return, how much return we would get from by investing in that particular avenue. That is the most important thing. Another thing that may come to our mind is the risk which is associated with that particular investment. That is the level of risk which is associated with that particular investment. That is there any loss of capital is there, or a delay in repayment of capital, or variability in return, etc. These are considered as the term considered by the term risk. Next, another factor that we have to consider is the safety. എത്രത്തോളം സേഫ് ആണ്, certainty of return of principal, that means the capital amount, തിരിച്ച് എത്രത്തോളം സേഫാണ് നമ്മൾ ഇറക്കിയ പണം എന്നുള്ളത്. അടുത്തത് ലിക്വിഡിറ്റി. നമ്മൾക്കൊരു ആവശ്യം വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുമോ, വിത്തൗട്ട് ലോസ് ഓഫ് മണി ആൻഡ് വിത്തൗട്ട് ലോസ് ഓഫ് ടൈം. ദാറ്റ് സ്പെസിഫൈസ് ദ ലിക്വിഡിറ്റി. സോ നോർമലി ദീസ് ആർ ദ 4 characteristics that will be considered before making any kind of investments. Next, let us see what would be the objectives of investment. എന്തൊക്കെയാവാം ലക്ഷ്യങ്ങൾ? അത് പ്രധാനമായിട്ടും നമ്മളൊരു നിക്ഷേപം നടത്തുമ്പോൾ നമ്മുടെ ലക്ഷ്യം പരമാവധി റിട്ടേൺ കിട്ടുക എന്നുള്ളത് തന്നെയായിരിക്കും, മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺ. Then at the same time we will also thinking for minimization of risk. Then these two are the important objectives. One more objective is there, that is a kind of hedging, a protection, a covering risk, hedge against inflation. വരാൻ സാധ്യതയുള്ള പണപ്പെരുപ്പത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടൽ, ഒരു തരം പ്രൊട്ടക്ഷൻ, അതിനുള്ള ഒരു കവറിങ് ഓഫ് റിസ്ക് എന്നുള്ള രീതിയിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവിനെ നമുക്ക് കാണാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് റിസ്ക് എന്നുള്ളതാണ്. റിസ്ക് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. റിസ്ക് ഈസ് വേരിയബിലിറ്റി ഇൻ റിട്ടേൺ. അതിനെയാണ് റിസ്ക് എന്ന പദം കൊണ്ട് നമ്മൾ SAPM ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് വേരിയബിലിറ്റി ഇൻ റിട്ടേൺ? ദാറ്റ് ഈസ് at the time of making an investment, we are having an expectation regarding what would be the probable return from that particular investment. After that, when we really receiving that particular return, that return may be a different one, or it may vary from what we have expected earlier. So this variation in return, that means at the time of investing we expect a 15% return, but actually after 1 year we get only 12% return. Then the difference between the variability in return is 3%. This is the risk associated with that particular investment. Okay, so risk is the variability in return. ഈ റിസ്കിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. റിസ്കിനെ നമുക്ക്
സിസ്റ്റമാറ്റിക് റിസ്ക് എന്നും അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്നും രണ്ടായിട്ട് ബ്രോഡ് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക്? സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ വേരിയബിലിറ്റി ഇൻ റിട്ടേൺ ആണ്. അപ്പോൾ സിസ്റ്റം വൈഡ് ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന വേരിയബിലിറ്റി, റിട്ടേണിൽ ഉണ്ടാകുന്ന വേരിയബിലിറ്റി, അതിനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക് refers to that portion of total variability in return which is caused by system wide factors. എന്താണ് സിസ്റ്റം വൈഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യുന്നത് ഒരു എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാരണങ്ങൾ എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ നമ്മുടെ എക്കണോമിക് ഫാക്ടേഴ്സ് ആവാം, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചസ് ആവാം. ഓക്കെ, സോ ഇപ്പോൾ യു കൺസിഡർ ദിസ് കൊറോണ സിറ്റുവേഷൻ. ദിസ് ഈസ് എ സോഷ്യൽ ചേഞ്ച്. ഓക്കെ, സോ ഇറ്റ് ആക്ച്വലി അഫക്ട്സ് the return of companies. So that variability in return which is caused by social changes, that can also be considered as what? A systematic risk. Okay, ഇനി സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം അത് ഏതെല്ലാമാണെന്ന്. ഒന്നാമത്തേത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഇതാണ്: ദ വേരിയേഷൻ ഇൻ ദ ബോണ്ട് പ്രൈസ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. അതിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. വേരിയേഷൻ ഇൻ ബോണ്ട് പ്രൈസ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിലുള്ള വ്യതിയാനത്തിനനുസരിച്ച് ബോണ്ടിൻ്റെ വിലയിൽ വരുന്ന വ്യതിയാനം. അതായത് മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ, നമ്മളൊരു ബോണ്ട് ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിബഞ്ചർ ഇറക്കുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇറക്കുന്ന സമയത്ത് തന്നെ ഫിക്സ് ചെയ്തിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണ്. നമ്മളപ്പോൾ ഒരു 10% ബോണ്ട് ഇറക്കി, 100 രൂപയ്ക്കാണ് ബോണ്ട് ഇറക്കിയത്. സ്വാഭാവികമായിട്ടും ആളുകൾ ഈ ബോണ്ട് വാങ്ങാൻ തയ്യാറായി വരും. കാരണം മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് 8% ഉള്ളൂ, നമുക്ക് 10% കിട്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ആളുകൾ സ്വാഭാവികമായിട്ടും വാങ്ങും. പക്ഷേ ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, സേ 5 years or 10 years. 10 കൊല്ലത്തേക്ക് ഈ 10% എന്നുള്ളത് ഫിക്സഡ് ആണ് എന്ന് വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ആളുകൾ ഈ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ 8% ആണ്. അത് എല്ലാ കാലവും 8% ആയിട്ട് നിൽക്കില്ല. അടുത്ത കൊല്ലമാകുമ്പോൾ അത് ചിലപ്പോൾ കൂടും. അപ്പോൾ അത് 10%ലേക്കായി, അല്ലെങ്കിൽ അത് 12%ലേക്കായി. അങ്ങനെ വരുന്ന വർഷങ്ങളിൽ ഈ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ ഡിബഞ്ചറിനോടുള്ള അല്ലെങ്കിൽ ബോണ്ടിനോടുള്ള ആളുകളുടെ attraction കുറയും. That is, the demand for that particular bond will come down. Naturally, what will happen? The price of the bond will change. Clear? ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് ബോണ്ടിൻ്റെ വിലയിൽ വ്യതിയാനം വരും. അപ്പം ഈ ഡിമാൻഡ് കുറയാനുള്ള കാരണം എന്താണ്? മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടായ വ്യതിയാനമാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ബോണ്ടിൻ്റെ വിലയിൽ വരുന്ന വ്യതിയാനം, വേരിയേഷൻ ഇൻ ബോണ്ട് പ്രൈസ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ടേംഡ് ആസ് വാട്ട്? ദ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്തത് മാർക്കറ്റ് റിസ്ക്. രണ്ടാമത്തെ റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഇതാണ്: സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി കൊണ്ടുണ്ടാകുന്ന വേരിയബിലിറ്റി. ദാറ്റ് പോർഷൻ ഓഫ് വേരിയബിലിറ്റി ഇൻ റിട്ടേൺ വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ വോളറ്റിലിറ്റി ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, അതാണ് മാർക്കറ്റ് റിസ്ക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒരു റിസ്ക്കും കൂടെ സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതാണ് പർച്ചേസിംഗ് പവർ റിസ്ക്. പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൊണ്ടുണ്ടാകുന്ന വേരിയബിലിറ്റി ഇൻ റിട്ടേൺ. ദാറ്റ് പോർഷൻ ഓഫ് വേരിയബിലിറ്റി ഇൻ റിട്ടേൺ വിച്ച് ഈസ് കോസ്ഡ് ബൈ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ആക്ച്വലി ഇറ്റ് ലീഡ്സ് ടു ഇറോഷൻ ഇൻ ദ പർച്ചേസിംഗ് പവർ. പർച്ചേസിംഗ് പവറിൽ കുറവ് വരുത്തും. അപ്പോൾ ആ ഇൻഫ്ലേഷൻ കൊണ്ടുണ്ടാകുന്ന നമ്മളുടെ റിട്ടേണില്ല വ്യതിയാനം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ഇൻഫ്ലേഷന് രണ്ട് സോഴ്സസ് ആണുള്ളത്. ദെയർ ആർ 2 ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻഫ്ലേഷൻ. അത് ഏതെല്ലാമാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ സപ്ലൈ നമുക്ക് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കൂടുന്നില്ല, സ്വാഭാവികമായിട്ടും വില കൂടും. അങ്ങനെ വില കൂടുമ്പോൾ ദാറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ, എ കൈൻഡ് ഓഫ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നാച്ചുറലി പ്രൈസ് ഓഫ് ദ ഗുഡ്സ് വിൽ ഇൻക്രീസ് in order to reach or in order to bring a equilibrium between the demand and supply. Then അടുത്തത് പറയാവുന്നത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ അല്ലെങ്കിൽ നമ്മളുടെ യൂഷ്വലി ദിസ് വിൽ ഹാപ്പൻ വെൻ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. റോ മെറ്റീരിയൽ, ലേബർ ചാർജ്, മെറ്റീരിയൽ ചാർജ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വർദ്ധിക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ അത് വർദ്ധിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിലെ
ഉൽപ്പന്നങ്ങളുടെ വില കൂടും. ഓക്കെ, പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടുന്നു. നാച്ചുറലി ദാറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദ പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് ഇൻ ഓർഡർ ടു പാസ് ഇറ്റ് ഓവർ ടു ദ ഷോൾഡേഴ്സ് ഓഫ് കസ്റ്റമേഴ്സ്. അതിനെയാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താണെന്ന് നോക്കാം. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇറ്റ് ഈസ് ദ വേരിയബിലിറ്റി ഇൻ റിട്ടേൺ വിച്ച് ഈസ് കോസ്ഡ് ബൈ സം ഫേം സ്പെസിഫിക് ഫാക്ടേഴ്സ്. ഒരു കമ്പനിയെ മാത്രം സംബന്ധിച്ചിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വ്യതിയാനങ്ങൾ. ഇപ്പോൾ ഒരു കമ്പനിയിൽ ലേബർ സ്ട്രൈക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ മാനേജ്മെൻറ്റിൻ്റെ പോളിസി തെറ്റാണ്, ഇല്ലെങ്കിൽ ഇന്നെഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഒരു കമ്പനിയെ മാത്രം ബാധിക്കുന്ന ഘടകങ്ങൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടം, അതിനെയാണ് വേരിയബിലിറ്റി ഇൻ റിട്ടേൺ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അപ്പോൾ അതിങ്ങനെയാണ്, ദാറ്റ് ഈസ് സം ഫേം സ്പെസിഫിക് ഫാക്ടേഴ്സ് ഓർ യുണീക്ക് ഫാക്ടേഴ്സ് വിച്ച് ഈസ് അഫക്റ്റിംഗ് ദ കമ്പനി. അതിനെയാണ് നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ബിസിനസ് റിസ്ക്, അതേപോലെ തന്നെ അടുത്തത് വരുന്നത് ഫിനാൻഷ്യൽ റിസ്ക്. അപ്പോൾ ബിസിനസ് റിസ്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റിൽ ആ എൻവയോൺമെൻറ്റ് that environment will be reflected in the cost of the company. അതായത് കമ്പനി ഏത് എൻവയോൺമെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് അത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യും, ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ സ്വാധീനിക്കും. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും. അപ്പോൾ സാധാരണഗതിയിൽ വി ആർ സേയിങ് ദാറ്റ് ലാർജർ പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ എ കമ്പനി. കൂടുതൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവുക, കോസ്റ്റ് സ്ട്രക്ചറിൽ കമ്പനിക്ക് കൂടുതൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ആ കമ്പനിക്ക് അത്രയ്ക്ക് നല്ലതല്ല. അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ റവന്യൂ കുറയുകയാണ് എങ്കിൽ ദർ വിൽ ബി മോർ പ്രൊപ്പോർഷനേറ്റ് ഡിക്ലൈൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ എത്രയാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10% ആണ് നമ്മളുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ കുറഞ്ഞത് എന്ന് വിചാരിക്കുക, പക്ഷേ ഒരു 15 അല്ലെങ്കിൽ ഒരു 20% റിഡക്ഷൻ നമ്മളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് ഉണ്ടാകും. എന്തുകൊണ്ട്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ്. അതായത് ഈ ഫിക്സഡ് കോസ്റ്റിനെ സ്ഥാപനത്തിന് കുറയ്ക്കുവാൻ സാധിക്കാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് ഇതാണ്, വേരിയബിലിറ്റി ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം വിച്ച് ഈസ് കോസ്ഡ് ബൈ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് എന്ന് പറയാം. ഓക്കെ, അതാണ് ബിസിനസ് റിസ്ക്. ഇനി അടുത്തത് പറയാനുള്ളത് ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, EPSൽ ഉണ്ടാകുന്ന വ്യതിയാനം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത് സാധാരണഗതിയിൽ ഒരു ലിവേർഡ് ഫേമിലേ കാണുകയുള്ളൂ. ലിവേർഡ് ഫേം എന്താണ്? ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന ഫേം. അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന ഫേമിനെയാണ് നമ്മൾ ലിവേർഡ് ഫേം എന്ന് പറയുന്നത്. സോ ഇഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് യൂസിങ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ, there are chances for variability in EPS due to the presence of debt in the capital structure. So that risk is termed as financial risk. ഓക്കെ, ഒരു കമ്പനി ഇപ്പോൾ ഡെപ്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഈ റിസ്ക് അവിടെ ഉണ്ടാവില്ല, ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവില്ല. പക്ഷേ മിക്കവാറും എല്ലാ കമ്പനികൾക്കും ഡെപ്റ്റും ഉണ്ടാകും, ഇക്വിറ്റിയും ഉണ്ടാകും. സോ ദിസ് വിൽ ബി ദെയർ. അപ്പോൾ ഇതല്ലെങ്കിൽ നമ്മൾ വേറൊരു സംഗതിയാണ് ഈ ബിസിനസ് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ പറയുന്ന ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്ന സംഗതികളുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി റിസ്കിൻ്റെ മെഷർ ചെയ്യണം. റിസ്കിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ റിസ്ക് മെഷർ ചെയ്യാം? അപ്പോൾ അതിനാദ്യം നമ്മൾ നോക്കേണ്ടത് എങ്ങനെ റിട്ടേൺ മെഷർ ചെയ്യാം എന്നുള്ളതാണ്. റിട്ടേൺ, ഇപ്പോൾ ഒരു കമ്പനി ഒരു ഷെയർ ഉണ്ട്, ആ ഷെയറിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? ആ ഷെയറിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ആ ഷെയർ ഒരു കമ്പനിയുടെ ഷെയറിൽ നിന്ന് റിട്ടേൺ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് ഈ കമ്പനി എന്ത് റിട്ടേൺ ആണോ നൽകിയിരുന്നത് അത് മൊത്തം നമ്മളൊന്ന് എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് കാണും. അതാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് 10 കൊല്ലത്തെ ഒരു റിട്ടേൺ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം കമ്പനി എത്ര റിട്ടേൺ തരും എന്ന് നമ്മൾ എങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും? നമ്മളതിൻ്റെ ആവറേജ് കാണും. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇത്രയും കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഓൺ ആൻ ആവറേജ് ഇത്രയൊക്കെ രൂപ നമുക്ക് കിട്ടിയേക്കാം എന്ന് നമ്മൾ പറയും. അപ്പോൾ അതാണ് ആവറേജ് ആണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. അങ്ങനെയാണ് എങ്കിൽ അടുത്തത് അതിൻ്റെ റിസ്ക് ആണ് അടുത്തത് നോക്കാനുള്ളത്. റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ആവറേജ് ആണ് എങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് എന്ന് പറയുന്ന വേരിയബിലിറ്റി ഇൻ റിട്ടേൺ. റിട്ടേൺ എന്ന് പറയുന്നത് മീനാണ്, നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം ആവറേജ് ആണ്. അപ്പോൾ ആവറേജിൻ്റെ വേരിയബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീനിൻ്റെ വേരിയബിലിറ്റി എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് മീനിൻ്റെ വേരിയബിലിറ്റി? മീനിൽ നിന്നുള്ള വേരിയബിലിറ്റി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ത്?
റിസ്ക് എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ അത് മെഷർ ചെയ്യുകയാണെങ്കിൽ വി ആർ ഗെറ്റിംഗ് വാട്ട്? റിസ്ക്. ഓക്കെ, ടോട്ടൽ റിസ്ക്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ റിസ്കിൽ 2 റിസ്കുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്, അതേപോലെ അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട്. ഈ സിസ്റ്റമാറ്റിക് റിസ്കിനെ നമ്മൾ ബീറ്റ എന്നുള്ള പദം കൊണ്ടും അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ നമ്മൾ ആൽഫ എന്നുള്ള പദം കൊണ്ടുമാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കണം, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് ഇതാണ്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാം? സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാൻ 2 മെത്തേഡുകളാണ് ഉള്ളത്. ഒന്ന് കോറിലേഷൻ മെത്തേഡ് വെച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാം. ദറ്റ് ഈസ് ബീറ്റ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ഈസ് ഈക്വൽ ടു RIM സിഗ്മ എം ഡിവൈഡ് ബൈ സിഗ്മ എം സ്ക്വയർ എന്നുള്ളൊരു ഫോർമുലയാണ്. അതായത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി, മാർക്കറ്റ് റിട്ടേൺ, ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് മാർക്കറ്റ് റിട്ടേൺ എന്നുള്ളതാണ് കോറിലേഷൻ മെത്തേഡ്. അത് ആ ഒരു മെത്തേഡിലാണ്, അതാണ് കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് അനദർ മെത്തേഡ് ദറ്റ് ഈസ് ബീറ്റ കണ്ടുപിടിക്കാൻ റിഗ്രഷൻ മെത്തേഡ് ഉണ്ട്. Y on X, X on Y എന്നുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് y ബാർ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എക്സ് ബാർ എന്നുള്ള ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് അത് റിഗ്രഷൻ മെത്തേഡിൽ ആ പ്രോബ്ലം ചെയ്യുന്നത്. അടുത്തത് ഈ ബീറ്റ വാല്യൂ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് റിസ്ക് പരിഗണിച്ചുകൊണ്ട് ഷെയറുകളെ പ്രധാനമായിട്ട് 3 തരംതിരിക്കാം. ഒരു ഷെയറിൻ്റെ ബീറ്റ വാല്യൂ 1 ആണെങ്കിൽ അത് ന്യൂട്രൽ ഷെയർസ് എന്നാണ് പറയാറുള്ളത്. ബീറ്റ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദോസ് ആർ ടേംഡ് ആസ് അഗ്രസീവ് ഷെയർസ്. ബീറ്റ വാല്യൂ 1 കുറവാണെങ്കിൽ അതിനെ ഡിഫെൻസീവ് ഷെയർസ് എന്ന് പറയും. അതായത് ഈ ബീറ്റ വാല്യൂ എല്ലായ്പ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഷെയറിൻ്റെ റിട്ടേണും മാർക്കറ്റ് ഇൻഡെക്സിൽ വരുന്ന റിട്ടേണും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ്. ന്യൂട്രൽ ഷെയറിൻ്റെ ബീറ്റ 1 എന്ന് പറയുമ്പോൾ ഈ ഷെയറുകൾക്ക് മാർക്കറ്റ് ഇൻഡെക്സിൽ ഉണ്ടാകുന്ന സെയിം വേരിയേഷൻ ആയിരിക്കും ഉണ്ടാവുക. 10% കൂടിയാൽ ഇതിലും 10% കൂടും, 10% കുറഞ്ഞാൽ ഇതിലും 10% കുറയും. അഗ്രസീവ് ഷെയർസിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ബീറ്റ വാല്യൂ 1.5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സിൽ 10% കൂടുതലുണ്ടായാൽ ഈ അഗ്രസീവ് ഷെയർസിൽ ബീറ്റ വാല്യൂ 1.5 ആയതുകൊണ്ട് 10% ഇൻറ്റു 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 15% എന്ന് പറയുന്നതായിരിക്കും ഇതിലെ റേറ്റ്. അതായത് ഒരു മോർ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ അഗ്രസീവ് എന്നും, മറ്റതിലാണെങ്കിൽ ഡിഫെൻസീവിലാണെങ്കിൽ ഇത് കുറവും ആയിരിക്കും. അപ്പോൾ ഇത് വിവിധ സാഹചര്യങ്ങളിൽ ബുള്ളിഷ് മാർക്കറ്റ് ഉള്ള സമയത്ത് അഗ്രസീവ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു ബിയറിഷ് മാർക്കറ്റ് ഉള്ള സമയത്ത് നമുക്ക് ഡിഫെൻസീവ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് പോകാം. അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. എന്താ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ സ്റ്റെപ്സ് ഓർ ഫേസസ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ പോർട്ട്ഫോളിയോ. ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഫേസസ് ആണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിലുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി അനാലിസിസ് ആണ്. സെക്യൂരിറ്റി അനാലിസിസ് എന്താണ്? സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ, സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റിസ്ക്കും റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ ഇൻഡിവിജ്വൽ അനലൈസിങ് ദ സെക്യൂരിറ്റി ഇൻ ടേംസ് ഓഫ് ദ റിസ്ക് ആൻഡ് റിട്ടേൺ. ഓരോ സെക്യൂരിറ്റിയുടെയും റിസ്ക്കും റിട്ടേണും എത്രയാണെന്ന് കണക്ക് കൂട്ടി കണ്ടുപിടിക്കുക. അതാണ് സെക്യൂരിറ്റി അനാലിസിസ്. ഓക്കെ, ഇതിന് നമുക്ക് 2-3 അപ്രോച്ചുകളാണ് സാധാരണഗതിയിലുള്ളത്. പ്രധാനമായിട്ട് 2 അപ്രോച്ചുകളാണ്. അത് ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് എ കമ്പനി അതിനെ അനലൈസ് ചെയ്യും. അനലൈസിങ് ദ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് എ കമ്പനി. ഈ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ ചെയ്യുന്നത് നമ്മൾ ഷെയറിൻ്റെ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയും അതിനെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതായത് ഒരു ഷെയറിൻ്റെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഷെയറിന് ഉണ്ടാവേണ്ട വില എന്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്ക് ആ ഷെയർ നമ്മൾ വാല്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻട്രൻസിക് വാല്യൂ നമുക്ക് കിട്ടി 100 rupees. Then we will compare it with current market price. Current market price say it is 75 rupees.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഷെയർ മാർക്കറ്റിൽ മിസ്പ്രൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. മിസ്പ്രൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഐദർ ഇറ്റ് മേ ബി അണ്ടർ പ്രൈസ്ഡ് ഓർ ഇറ്റ് ഈസ് ഓവർ പ്രൈസ്ഡ്. ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ ഇൻട്രൻസിക് വാല്യൂവിനേക്കാൾ കുറവാണ് ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എങ്കിൽ, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ലെസ് ദാൻ ദി ഇൻട്രൻസിക് വാല്യൂ, ദെൻ അത് അണ്ടർ പ്രൈസ്ഡ് ആണ്. അത്തരം ഷെയറുകൾ വാങ്ങണം എന്നാണ് നമ്മൾ പറയുക. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇൻട്രൻസിക് വാല്യൂവിനേക്കാൾ കൂടുതലാണ് എന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ ഷെയർ അനലൈസ് ചെയ്തപ്പോൾ 100 ആണ് ഇൻട്രൻസിക് വാല്യൂ, മാർക്കറ്റിൽ 110 രൂപയ്ക്കാണ് അത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓവർ പ്രൈസ്ഡ് ആണ്. അത്തരം ഷെയറുകൾ നമ്മൾ കയ്യിൽ വെക്കരുത്, വിൽക്കണം. അപ്പോൾ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയറുകൾ വിൽക്കുക, അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയറുകൾ വാങ്ങുക. ഇതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? വി ആർ ഡിസൈഡിങ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റഡ്. ഇൻട്രൻസിക് വാല്യൂ, ഷെയറിൻ്റെ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസുമായിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ടാണ് ഈ കാര്യം തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ദിസ് ടെക്നിക്കൽ അനലിസ്റ്റ് ആർ ബിലീവിങ് ഇൻ ദ ഷെയർ പ്രൈസ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സ് സ്റ്റഡി ചെയ്തിട്ട് ഫ്യൂച്ചറിലേക്ക് അത് എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ടോ എന്ന് സ്റ്റഡി ചെയ്തിട്ട് ഫ്യൂച്ചറിലേക്ക് ഈ പാറ്റേൺസ് പാറ്റേൺസ് പ്രെഡിക്റ്റ് ചെയ്യുക. ദെയർ ബൈ വാട്ട് വുഡ് ബി ദ പ്രോബബിൾ ഇൻ്റർപൊളേറ്റ് ചെയ്യുക, ഭാവിയിലേക്ക് ഇത് ഇൻ്റർപൊളേറ്റ് ചെയ്യുക. ഈ പാറ്റേൺസ്, ഭാവിയിൽ ഈ പാറ്റേൺസ് ഉണ്ടാകുമോ, അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഈ ഷെയറിൻ്റെ വില എന്തായിരിക്കുമെന്ന് പ്രോബബിൾ പാറ്റേൺസ് വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടെക്നിക്കൽ അനാലിസിസ്. അതിൻ്റെ ബേസിൽ നമ്മൾ വി മേ പർച്ചേസ് ഇറ്റ് ഓർ വി മേ സെൽ ഇറ്റ്. ഈ ടെക്നിക്കൽ അനാലിസിസ് ചാർട്ടുകളാണ് പ്രധാനമായിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രൈസാണ് കൺസിഡർ ചെയ്യുന്നത്, പ്രൈസ് മാത്രം. അപ്പോൾ പ്രൈസിനെ നമ്മൾ അതിൽ തന്നെ പല മെത്തേഡുകളുണ്ട്. മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ദെൻ ചാർട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ചാർട്ടുകളിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ ഷെയറിൻ്റെ വില മാത്രമേ എടുക്കുകയുള്ളൂ. ഷെയറിൻ്റെ വില എടുക്കുകയും ആ ഷെയറിൻ്റെ വില പരമാവധി ഷെയറിൻ്റെ വിലയെ പല ദിവസങ്ങളിലെ വില ഒരു ഗ്രാഫ് പേപ്പറിലൊക്കെ പ്ലോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഭാവിയിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. അല്ലെങ്കിൽ കുറേ കാലത്തെ ഷെയറിൻ്റെ വിലകൾ, ക്ലോസിംഗ് പ്രൈസസ് ഓരോ ദിവസത്തെയും എടുത്തിട്ട് ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, മൂവിങ് ആവറേജ് അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ഓസിലേറ്റേഴ്സ്, അങ്ങനെയുള്ള കുറേ മെത്തേഡുകളും ഈ ടെക്നിക്കൽ അനാലിസിസിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് സെക്യൂരിറ്റി അനാലിസിസിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു മെത്തേഡ് ഉള്ളത് EMH എന്നുള്ളതാണ്. EMH മീൻസ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ്. ദിസ് ഇസ് എ റീസെൻ്റ് അപ്രോച്ച്. ഇത് പ്രകാരം പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ വെറുതെ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ പ്രൈസിങ് ഓഫ് സെക്യൂരിറ്റി വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് റിഫ്ലക്ട് ഓൾ ദ അവൈലബിൾ ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷനെയും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യു നീഡ് നോട്ട് ഗോ ഫോർ എനി കൈൻഡ് ഓഫ് അനാലിസിസ്, ഫണ്ടമെൻ്റലോ ടെക്നിക്കലോ അനാലിസിസിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്കൊരു റീസണബിൾ റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് ഈ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്യൂരിറ്റി അനാലിസിസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേസസ് ആണ്. സെക്യൂരിറ്റി അനാലിസിസ് ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് പോർട്ട്ഫോളിയോ അനാലിസിസ്. പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോയെ അനലൈസ് ചെയ്യുക. സോ വാട്ട് ഈസ് എ പോർട്ട്ഫോളിയോ? പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ കുറേ സെക്യൂരിറ്റികൾ, നല്ല സെക്യൂരിറ്റികൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ സ്റ്റേജിൽ അത്തരം സെക്യൂരിറ്റികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിനെ ഫോം ചെയ്തുകൊണ്ട് നമ്മളൊരു നല്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നു. ദെൻ വി ആർ അനലൈസിങ് ദ പോർട്ട്ഫോളിയോ. അനലൈസിങ് ദ പോർട്ട്ഫോളിയോ ഇൻ ടേംസ് ഓഫ് അനലൈസിങ് ദ സെക്യൂരിറ്റി എങ്ങനെയായിരുന്നു? റിട്ടേണും റിസ്ക്കും നോക്കിയിട്ട്. അതുപോലെ തന്നെ ഈ പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനലൈസിങ് ദ റിട്ടേൺ ആൻഡ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എ പോർട്ട്ഫോളിയോ. ഓക്കെ, അതാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്നത്. അടുത്തത് പോർട്ട്ഫോളിയോ സെലക്ഷൻ. പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഏത് പോർട്ട്ഫോളിയോ ആണോ നമ്മൾ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയാറുണ്ട്. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലെവൽ റിസ്കിൽ, പർട്ടിക്കുലർ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് മാക്സിമം റിട്ടേൺ തരുന്ന പോർട്ട്ഫോളിയോ, അതിനെയാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ? എ പോർട്ട്ഫോളിയോ വിച്ച് പ്രൊവൈഡ് ഹയസ്റ്റ് റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് ഈസ് ടേംഡ് ആസ് വാട്ട്? എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ഉണ്ടാകും. ആ പോർട്ട്ഫോളിയോസിൻ്റെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ സെറ്റിൽ നിന്നും ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ, ഓരോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററുടെയും റിസ്ക് ടോളറൻസ് ലെവലിന് ആനുപാതികമായിട്ട് ഏറ്റവും മികച്ച ഒരു പോർട്ട്ഫോളിയോ ഒപ്റ്റിമൽ ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോർട്ട്ഫോളിയോ സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ദ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ഫ്രം എ സെറ്റ് ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. അടുത്തത് പോർട്ട്ഫോളിയോ റിവിഷൻ. റിവിഷൻ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പോർട്ട്ഫോളിയോ എല്ലാ കാലത്തും
നന്നായിട്ട് ഇരിക്കണം എന്നൊന്നുമില്ല. മീൻസ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നില്ല. മാറ്റങ്ങൾക്കനുസരിച്ച് പോർട്ട്ഫോളിയോയിൽ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ സെക്യൂരിറ്റികളുടെ റിട്ടേണിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഷെയർ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസ് കമ്പനികളുടെ പെർഫോമൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പുതിയ ഷെയറുകൾ വാങ്ങുകയോ അല്ലെങ്കിൽ നിലവിലുള്ള സെക്യൂരിറ്റികളെ നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പോർട്ട്ഫോളിയോ റിവിഷൻ. ഓക്കെ, ദാറ്റ് ഈസ് റിവൈസിങ് ദ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ത്രൂ ദ പർച്ചേസ് ഓർ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. Okay, that is portfolio revision. Then we are moving on to the final phase in the portfolio management, that is portfolio evaluation. അപ്പോൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അസസിങ് ദ പെർഫോമൻസ് ഓഫ് പോർട്ട്ഫോളിയോ ഓവർ എ സെലക്റ്റഡ് പീരീഡ് ഓഫ് ടൈം ഇൻ ടേംസ് ഓഫ് റിട്ടേൺ ആൻഡ് റിസ്ക്. പ്രോസസ് ഓഫ് അസസിങ് ദ പെർഫോമൻസ്, ഒരു നിശ്ചിത കാലത്തേക്ക് ഈ പോർട്ട്ഫോളിയോ കയ്യിൽ വെച്ചിട്ട് ഈ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, സെലക്റ്റഡ് പോർട്ട്ഫോളിയോ ഇൻ ടേംസ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന റിസ്ക്കും റിട്ടേണും, അതേപോലെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് ആ ബെഞ്ച് മാർക്കിന് വന്നിരിക്കുന്ന റിട്ടേൺ എത്രയാണ്, നമ്മളുടെ സെക്യൂരിറ്റി എത്രത്തോളം റിട്ടേൺ നൽകി എന്നുള്ള കാര്യം അനലൈസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ് എന്ന് നേരത്തെ പറഞ്ഞു. അനലൈസിങ് ദ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് എ കമ്പനി. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഉള്ളത്: ഇക്കണോമി അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ്, കമ്പനി അനാലിസിസ്. ഇതിനെ EIC ഫ്രെയിംവർക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ ആദ്യത്തേത് നമ്മൾ എക്കണോമിയെ അനലൈസ് ചെയ്യണം. അപ്പോൾ എക്കണോമിയെ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സം വേരിയബിൾസ് ആർ ദെയർ. ഒന്ന് നമ്മൾ നോക്കണം, ഒന്ന് ഈ എക്കണോമിയിലെ ഗ്രോത്ത് ഓഫ് നാഷണൽ ഇൻകം കൂടുതലുള്ള രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക നല്ലതാണ്. ഇൻഫ്ലേഷൻ റേറ്റ് നോക്കണം. ഇൻഫ്ലേഷൻ റേറ്റ് കുറവുള്ള രാജ്യങ്ങൾ നല്ലതാണ് ഇൻവെസ്റ്റ്മെൻറ്റിന്. ഇൻട്രസ്റ്റ് റേറ്റ്, കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ്, കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ അത് ഇത്രയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, കോസ്റ്റ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് കൂടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറവുള്ള രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ദെൻ പിന്നെ വരുന്നത് ഗവൺമെൻറ് റവന്യൂ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ. ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ചിലവുകൾ, ഗവൺമെൻറ്റാണ് ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററും സ്പെൻഡർ ഓഫ് മണിയും. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസ് ഏത് മേഖലകളിലേക്ക് പോകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് ഗവൺമെൻറ് റവന്യൂ എക്സ്പെൻസ് എന്നുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് നോക്കാനുള്ളത് എക്സ്ചേഞ്ച് റേറ്റ് എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും ബാധിക്കുന്ന ഒരു ഘടകമാണ് എക്സ്ചേഞ്ച് റേറ്റ്. നമ്മുടെ കമ്പനി എക്സ്പോർട്ടിൽ ഉൾപ്പെട്ട കമ്പനിയാണോ? അങ്ങനെയാണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് അതിൻ്റെ നമ്മളുടെ കമ്പനിയുടെ റിട്ടേണിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ബാലൻസ് ഓഫ് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടോ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആ രാജ്യത്തുള്ളത്. മൺസൂൺ, ഒരു രാജ്യം ഇന്ത്യയെ പോലുള്ള രാജ്യമാണ് എങ്കിൽ അത് പ്രധാനമായിട്ടും കാർഷിക വൃത്തിയെ ആശ്രയിച്ച് കഴിയുന്ന രാജ്യമായതുകൊണ്ട് മൺസൂണിൻ്റെ അവൈലബിലിറ്റി ഒരു പ്രധാന ഘടകമാണ് നമ്മളുടെ ആളുകളുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ. ആളുകൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനികൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ, എങ്കിലേ ആളുകൾ അത് വാങ്ങുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഘടകം, ഇത്തരം പോയിന്റുകളാണ് നമ്മൾ എക്കണോമി അനാലിസിസിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വരുന്നത് ഇൻഡസ്ട്രി അനാലിസിസ് ആണ്. ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു ഇക്കണോമി വളരെ നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യൻ എക്കണോമി, നമ്മൾ പല എക്കണോമി നോക്കി, യൂറോപ്യൻ എക്കണോമി, ഗൾഫ് എക്കണോമി, ചൈനീസ് എക്കണോമി, ഇന്ത്യൻ എക്കണോമിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലായി. വി ആർ മൂവിങ് ഓൺ ടു ഇന്ത്യൻ എക്കണോമി. ഇനി ഇന്ത്യൻ എക്കണോമി നല്ലതാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ കമ്പനികളും നല്ലതാണെന്ന് അർത്ഥമില്ല, എല്ലാ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സും നല്ലതാണെന്ന് അർത്ഥമില്ല. നമ്മൾ പിന്നെ നോക്കേണ്ടത് ഏത് ഇൻഡസ്ട്രിയാണ് ഏറ്റവും നല്ലത് എന്നാണ്. അപ്പോൾ ഏറ്റവും നല്ല ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറേ ഘടകങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഇൻഡസ്ട്രിയുടെ ലൈഫ് സൈക്കിളാണ്. ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ ഉള്ളതുപോലെ ഇൻഡസ്ട്രികൾക്ക് ലൈഫ് സൈക്കിൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് 4 സ്റ്റേജുകൾ: പയനീറിംഗ് സ്റ്റേജ്, എക്സ്പാൻഷൻ സ്റ്റേജ്, സ്റ്റാഗ്നേഷൻ സ്റ്റേജ്, ഡീകേ സ്റ്റേജ്. ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സ്റ്റേജ് എക്സ്പാൻഷൻ സ്റ്റേജ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലാണോ ഇൻഡസ്ട്രി ഉള്ളത് എന്നുള്ളത് നോക്കുക.
പിന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്യാപ്പ് എത്രയാണ് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നത്, ആ ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീറ്റീവ് കണ്ടീഷൻസ് എന്തെല്ലാമാണ്, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ, ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജി വരുന്നതിനോ അതിൽ പുതിയ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് വരുന്നതിനോ എന്തെങ്കിലും സാധ്യതകളുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നോക്കണം. അതേപോലെ ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ്, ബാർഗെയിനിങ് പവർ ഓഫ് സെല്ലേഴ്സ്, റൈവൽറി എമംഗ് ദ കോമ്പീറ്റിംഗ് ഫേംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പെർമനൻസ് ഓഫ് എ പ്രൊഡക്റ്റ്, ടെക്നോളജി, ഇത് എത്ര കാലം ഇത് നിലനിൽക്കും, പെർമനൻ്റ് ആയിട്ടുണ്ടാകുമോ, ലേബർ അൺറസ്റ്റ് ഉണ്ടോ, ലേബർ കണ്ടീഷൻസ് എന്താണ്, വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗവൺമെൻറ് ടുവേർഡ്സ് ദിസ് പെർട്ടിക്കുലർ ഇൻഡസ്ട്രി, നമുക്ക് റോ മെറ്റീരിയൽസ് ഒക്കെ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് കിട്ടുന്നുണ്ടോ ഈ ഇൻഡസ്ട്രിയിലേക്ക്, കോസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയുടെ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. വീണ്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വി ആർ മൂവിങ് ഓൺ ടു, അങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയൊക്കെ അനലൈസ് ചെയ്ത് അതിൽ ഏറ്റവും നല്ല ഇൻഡസ്ട്രി നമ്മൾ കണ്ടുപിടിച്ചു, കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി ഈസ് ദ ബെസ്റ്റ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി ബെസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ജിയോ ഉണ്ട്, ഐഡിയ ഉണ്ട്, എയർടെൽ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല കമ്പനി ഏതാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓരോ കമ്പനിയെ അനലൈസ് ചെയ്യണം. അതാണ് അടുത്തത് കമ്പനി അനാലിസിസ്. അപ്പോൾ കമ്പനി അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും കമ്പനിയുടെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, കമ്പനിയുടെ റിപ്പോർട്ട്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതേപോലെ എക്സ്റ്റേണൽ ഇൻഫർമേഷൻ ചിലപ്പോൾ കിട്ടാം, അതായത് ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഏജൻസീസ്, ബാങ്കുകൾ, അങ്ങനെയുള്ളവരൊക്കെ ഈ കമ്പനികളെ പറ്റിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കും, അവർക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ നോക്കാം. അങ്ങനെ നമ്മൾ കമ്പനി അനാലിസിസിൽ ശ്രദ്ധിക്കുമ്പോൾ കമ്പനി അനാലിസിസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നന്നായിട്ട് നോക്കുക. അതേപോലെ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കിയിട്ട് എന്താ പറയുക, അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഈ അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ്. കുറച്ച് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് റേഷ്യോസ് എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി, ആക്ടിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പിന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ബേസിൽ വേണം നമ്മൾ ഒരു കമ്പനി സ്ട്രോങ് ആണോ എന്ന് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നെ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ, കമ്പനിക്ക് എത്രത്തോളം മാർക്കറ്റ് ഷെയർ ഉണ്ട് എന്നുള്ള കാര്യം നോക്കണം. എത്രത്തോളം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കണം. എക്സ്പാൻഷൻ, മോഡേണൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്പനിയുടെ പ്ലാൻസ് എന്തൊക്കെയാണ്, റോ മെറ്റീരിയൽസ് ഒക്കെ നന്നായിട്ട് അവൈലബിൾ ആണോ, ക്വാളിറ്റി ആൻഡ് കോമ്പിറ്റൻസി ഓഫ് ദ മാനേജ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഇതെല്ലാമാണ് ഫണ്ടമെൻ്റൽ അനാലിസിസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.